42-ാം പേജിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഉപാധ്യായം അബൂ ശാമ റഹിമഹുല്ല നമുക്ക് സമർപ്പിക്കുന്നു. വത്തഫഖ അന്ന വലിയ ഖിതാബത്തി വൽ ഇമാമത്തി ബി ജാമി ദിമസ്ക് അർസഹല്ലാഹു തആല ഫി സനത്തി 37 و600 ഹിജറ 637 ഡമസ്കസ് പട്ടണത്തിലെ ജുമാ മസ്ജിദിലെ ഇമാമും ഖത്തീബുമായ അൽ ഫഖീഹുൽ മുഫ്തി നാസിറുസ് സുന്നത്തിനെ സഹായിക്കുന്ന മുഫ്തിയായ പണ്ഡിതനായ അബൂ മുഹമ്മദ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുസ്സലാം എന്നറിയപ്പെടുന്ന മഹാൻ അയ്യദഹുല്ലാഹു തആല ബി ഹിറാസത്തിഹി, അദ്ദേഹത്തെ അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ, വ ഖവ്വാഹു അലാ തആതിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് ഖുവത്ത് നൽകട്ടെ, ശക്തി പകരട്ടെ. ഫ ജറാഫി ഇഹിയായി സുനനി വ ഇമാത്തത്തിൽ ബിദഇ അലാ ആദത്തിഹി, അവരുടെ പതിവനുസരിച്ച് ബിദ്അത്തുകളെ ഇല്ലായ്മ ചെയ്യാനും സുന്നത്തുകളെ സജീവമാക്കാനും വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. ഫലമ്മ ഖറുബ ദുഖൂലി ശഹരി റജബ് മാസം അടുത്തെത്തിയപ്പോൾ അൽഹറൽ നാസി, ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ടവർ വ്യക്തമാക്കി കൊടുത്തു അമ്ര സലാത്തുർ റഗായിബിനെ കുറിച്ചുള്ള കാര്യം. അന്നഹ ബിദ്അത്തുൻ മുൻകറത്തുൻ, അത് വെറുക്കപ്പെടേണ്ട അനാചാരമാണ് എന്നും ജനങ്ങൾക്ക് വ്യക്തമായി കൊടുത്തു. അന്ന ഹദീസഹ കദിബുൻ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സലാത്തുർ റഗായിബിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയപ്പെട്ടതാണ് എന്നും വഖതബി ബിദാലിക അലൽ മിമ്പരി യൗമ ജുമുഅത്തിൻ, വെള്ളിയാഴ്ച ദിവസം ഈ വിഷയം മിമ്പറിൻ്റെ മുകളിൽ വെച്ച് ഖുതുബയിൽ ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു. വഅലമൻ നാസ അന്നഹു ലാ യുസല്ലിഹ, ഞാൻ ഈ നിസ്കാരം നിർവഹിക്കാറില്ല എന്ന് ജനങ്ങളോട് ബഹുമാനപ്പെട്ടവർ അറിയിച്ചു കൊടുത്തു. വനഹാഹുമൻ സലാത്തിഹ, നിങ്ങളും ഈ നിസ്കാരം നിർവഹിക്കരുത് എന്ന് ബഹുമാനപ്പെട്ടവർ വിരോധിക്കുകയും ചെയ്തു. വവളഅ ഫീ ദാലിക ജുസ്അൻ ലത്തീഫൻ സമ്മാഹു അത്തർഗീബു അൻ സലാത്തുർ റഗായിബ്, സലാത്തുർ റഗായിബിനെ തൊട്ട് അകറ്റുക എന്നർത്ഥം വരുന്ന അത്തർഗീബു അൻ സലാത്തുർ റഗായിബ് എന്ന ഒരു ചെറു ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ ഈ വിഷയത്തിൽ രചിക്കുകയും ചെയ്തു. ഹസ്സറൻ നാസഫീഹി, ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകി മിൻ റുകൂബിൽ ബിദ്അത്തുകളെ പ്രവർത്തിക്കുന്നതിനെ തൊട്ടും വത്തഖറുബി ഇലല്ലാഹി തആല ബിമാലം യശ്റഅ, അള്ളാഹു ശറഅാക്കാത്ത വിഷയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെ തൊട്ടും ജനങ്ങളെ ബഹുമാനപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകി. വ അറാദ ഫിതാമൻ നാസി അൻഹ ഖൗലൻ വ ഫിഅലൻ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജനങ്ങളെ ഇതിൽ നിന്ന് അകറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചു. ഫ ഷഖ്ഖ ദാലിക അലൽ അവാമി, ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ല ചെയ്തപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അതൊരു വലിയ പ്രയാസമായി. വ കസീരിൻ മിനൽ മുതമയ്യിസീന ത്വഗാമി, ജനങ്ങളുടെ കൂട്ടത്തിലുള്ള നിലവാരം കുറഞ്ഞ ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകൾക്കും ഇഖ്തിറാറൻ മിൻഹും ബി മുജറദി കൗനിഹാ സലാത്തൻ, ഇതൊരു നിസ്കാരമല്ലേ, ആ നിസ്കാരത്തെ എന്തിനാണ് തടയുന്നത്? വിശുദ്ധ ഖുർആനിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾക്കോ എതിരായിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ജനങ്ങളെ നാം വിരോധിക്കേണ്ടതുള്ളൂ എന്ന് നമ്മുടെ നാട്ടിലുള്ള അന്തംകമ്മികളായ ശരിയായ നിലക്ക് ദീന് മനസ്സിലാക്കിയിട്ടില്ലാത്ത പുരോഹിതന്മാർ പറയുന്നത് പോലെ ആ കാലത്തും ചില ആളുകൾ ഇത്തരം വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കി. ഫഹിയ താഅത്തുൻ വ ഖുർബത്തുൻ, നിസ്കാരമല്ലേ, അത് അള്ളാഹുവിനെ അനുസരിക്കുന്നതല്ലേ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമല്ലേ. ഫലി മാതാ യൻഹ അൻഹ, എന്തിനാണ് ഈ പണ്ഡിതൻ നിസ്കാരത്തെ തൊട്ട് തടയുന്നത് എന്ന് ഇന്ന് നമ്മുടെ നാട്ടിലെ പലരും ചോദിക്കുന്നത് പോലെ അന്നും ചില ആളുകൾ ചോദിച്ചു. വറുകൂനൻ ഇലാ ദാലിക്കൽ ഹദീസിൽ ബാത്തുലി, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതല്ലേ, അങ്ങനെ ഒരു ഹദീസ് വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് അമൽ ചെയ്യുന്നതിന് എന്താണ് വിരോധം എന്നൊക്കെ ന്യായവും അവർ പറഞ്ഞു. വശഖ അലാ സുൽത്താനിൽ ബലദി വ അത്ബാഇഹി ഇബ്താലുഹ, ഈ നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞത് ആ രാജ്യത്തെ ഭരണാധികാരിക്കും അയാളുടെ അനുയായികൾക്കും വലിയ പ്രയാസം സൃഷ്ടിച്ചു. ഫസന്നഫ ലഹും ബഅദു മുഫ്തിൽ ബലദി ജുസ്അൻ ഫീ തഖ്രീരിഹ, ഈ നിസ്കാരത്തെ സമർത്ഥിച്ചുകൊണ്ട് അഥവാ ഇത് നിർവഹിക്കേണ്ട അല്ലെങ്കിൽ നിർവഹിക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ആ നാട്ടിലെ ചില ഫത്വ കൊടുക്കുന്ന പണ്ഡിതന്മാർ ഒരു ഗ്രന്ഥം ഉണ്ടാക്കി. വ തഹസീനി ഹാലിഹ, ഈ നിസ്കാരത്തിൻ്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് വ ഇൽഹാഖിഹാ ബിൽ ബിദഇൽ ഹസനത്തി മിൻ ജിഹതി കൗനിഹാ സലാത്തൻ, പരിശുദ്ധ ഖുർആനിനോ ഹദീസുകൾക്കോ എതിരാകാത്തതുകൊണ്ട്
ഇത് ബിദ്അത്ത് ഹസനത്തിൽ പെടുത്തേണ്ടതാണ്, അഥവാ നല്ല ബിദ്അത്താണ് എന്ന നിലക്കും. നിസ്കാരമല്ലേ, നിസ്കാരം നമുക്ക് അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യമല്ലേ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ കൂടുതൽ ഉത്തരം കിട്ടാൻ കാരണമായി തീരുന്ന ഒരു കാര്യമല്ലേ നിസ്കാരം നിർവഹിക്കുക, അതിനുശേഷം ദുആ ചെയ്യുക എന്ന ന്യായങ്ങളൊക്കെ വെച്ചുകൊണ്ട് വറാമ നഖ്ല ദാലിക ജുസീ ഫീ തസ്നീഫിഹി ഹാദാ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ രചിച്ച ഈ ഗ്രന്ഥത്തിന് മറുപടിയായിക്കൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കാനും ആ മുഫ്തി ശ്രമിച്ചു. ഫറദ്ദ അലൈഹിൽ ഫഖീഹു അബൂ മുഹമ്മദ് അഹ്സന റദ്ദിൻ, ഈ പണ്ഡിതന് ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാ നല്ലൊരു മറുപടി കൊടുത്തു. വബയ്യന, അവർ ആ മറുപടിയിൽ വിശദീകരിക്കുകയും ചെയ്തു. അന്നഹു ഹുവല്ലദീ അഫ്താ ഫീമാ തഖദ്ദമ ബിൽ ഫുത്യത്തൈനിൽ മുഖദ്ദമി ദിക്റുഹുമാ, നേരത്തെ നാം വിവരിച്ച രണ്ട് ഫത്വകളെയും നേരത്തെ ഫത്വ കൊടുത്ത അതേ പണ്ഡിതൻ തന്നെയാണ് ഈ സമയത്ത് അതിനെതിരായ നിലക്ക് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഫഖാലഫ മാകാന അഫ്താബിഹി അവലൻ, നേരത്തെ ഫത്വ കൊടുത്തതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഫത്വ കൊടുത്തിരിക്കുന്നത് എന്ന വിഷയവും ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് വിശദീകരിച്ചു. വജാഅ ബിമാ വാഫഖ ഹവ സുൽത്താനി, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹിനെതിരെ ഫത്വ കൊടുത്ത ഈ പണ്ഡിതൻ നേരത്തെ രണ്ട് ഘട്ടങ്ങളിൽ ഈ നിസ്കാരത്തെ വിമർശിച്ചുകൊണ്ട് ഫത്വ കൊടുക്കുകയും ഗ്രന്ഥരചന നടത്തുകയും ചെയ്ത ഇബ്നു സലാഹ് റഹിമഹുല്ലയാണ് ഈ സമയത്ത് അഭിപ്രായം മാറ്റി പറഞ്ഞുകൊണ്ട് ഈ നിസ്കാരത്തെ ന്യായീകരിച്ചുകൊണ്ട് വന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു സലാഹ് റഹിമഹുല്ലാഹുവിനാണ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ല ഈ മറുപടി കൊടുക്കുന്നത്. വജാഅ ബിമാ വാഫഖ ഹവ സുൽത്താനി വ അവാമ സമാനി, ആ കാലഘട്ടത്തിലെ സാധാരണക്കാരായ ആളുകൾക്കും ഭരണാധികാരിയുടെയും താൽപര്യമനുസരിച്ച് അദ്ദേഹം ഫത്വ കൊടുത്തു. വഹുവ മിനൽ ഉലമാഇ സ്വാലിഹീന വ അൽ അഇമ്മത്തിൽ മുഫ്തീന, ഫത്വ കൊടുക്കാൻ അർഹനായ നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ട ആലിമ് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് റഹിമഹുല്ല എങ്കിലും വലാകിൻ അബൂ ശാമ റഹിമഹുല്ല ഈ സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ലോകത്ത് അള്ളാഹു നടപ്പിലാക്കുന്നത് രണ്ട് പണ്ഡിതന്മാരുടെ നാവിലൂടെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ അള്ളാഹു പറയിക്കുകയും അതിൽ നിന്ന് ശരി ഏതാണ് എന്ന് കണ്ടെത്തി അതനുസരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ ഭൗതിക താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചോ ഭരണാധികാരികളുടെ താല്പര്യത്തിനനുസരിച്ചോ നിൽക്കാതെ അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് അള്ളാഹു നടപ്പിലാക്കുന്നത് എന്നർത്ഥം വരുന്ന രൂപത്തിൽ അബൂ ശാമ റഹിമഹുല്ല 2-3 ആയത്തുകൾ നമ്മുടെ മുമ്പിൽ വിവരിക്കുകയാണ്. വലാകിൻ ലിയബ്ലുവ ബഅദകും ബിബഅദിൻ, ചിലരെ കൊണ്ട് മറ്റ് ചിലരെ പരിശോധിക്കാൻ വേണ്ടിയും, അഥവാ ഒരു പണ്ഡിതന്റെ നാവിലൂടെ വല്ല അബദ്ധവും വരുമ്പോൾ ആ അബദ്ധത്തെയാണോ നിങ്ങൾ പിൻപറ്റുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുൽ കിറാമും പഠിപ്പിച്ച മാർഗത്തിലൂടെ ആരാണോ സഞ്ചരിക്കുന്നത് അവരെയാണോ നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ചില ആളുകളുടെ നാവിലൂടെ ഇത്തരം വിഷയങ്ങൾ പറയിക്കുന്നത് എന്ന അർത്ഥത്തിൽ വലാകിൻ ലിയബ്ലുവ ബഅദകും ബിബഅദിൻ, നിങ്ങളിൽ ചിലരെ മറ്റ് ചിലരെ കൊണ്ട് പരിശോധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ആയത്തും വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്നതൻ അതസ്ബിറൂൻ വകാന റബ്ബുക ബസീറ, അഥവാ നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരെ മറ്റ് ചിലർക്ക് ഫിത്നയായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അഥവാ ഒരു പണ്ഡിതൻ്റെ നാവിലൂടെ എന്തെങ്കിലും അബദ്ധം അള്ളാഹു പറയിപ്പിക്കുകയും ആ അബദ്ധത്തെ പിൻപറ്റിക്കൊണ്ട് അദ്ദേഹം പണ്ഡിതനല്ലേ, അയാൾ പറയുന്നതല്ലേ നാം സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ മറ്റു ചിലരിലൂടെ പിഴപ്പിക്കാൻ വേണ്ടിയും അതുപോലെ അവർ പിഴക്കുന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു ഇവിടെ നടപ്പിലാക്കുന്നത് എന്നർത്ഥം വരുന്ന രൂപത്തിൽ വജഅൽനാ ബഅദകും ലിബഅദിൻ ഫിത്നതൻ, നിങ്ങളിൽ ചിലരെ മറ്റ് ചിലർക്ക് ഫിത്നയാക്കിയിട്ടാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന ആശയം വരുന്ന ആയത്ത് കൂടിയാണ് അബൂ ശാമ റഹിമഹുല്ല നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നത്. ഇതിലൊക്കെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം പഠിക്കാനുണ്ട് എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വോയിസിൽ.